ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്ന് വായിക്കുന്നു. ഭിക്ഷുഗീത. സംസാരചക്രത്തെ ഒട്ടാകെ തിരിക്കുന്ന മഹാശക്തി പോലും എൻ്റെ മനസ്സാണെന്ന് പറയണം. വിഷയോന്മുഖമായി പ്രക്ഷുബ്ധമായ മനസ്സിൽ നിന്ന് സത്വാദി ഗുണങ്ങൾ ഉണ്ടാവുന്നു. ഗുണങ്ങൾ മനസ്സിനെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുകയും കർമ്മങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. സത്വാദി ഗുണങ്ങളുടെ ഏറ്റക്കുറവ് കൊണ്ട് പുണ്യപാപ സ്വരൂപങ്ങളായി വളരുന്ന കർമ്മങ്ങൾ ഹേതുവായി ജീവൻ പല കാലദേശങ്ങളിൽ ഉച്ചനീചങ്ങളായ യോനികളിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ആത്മാവ് നിഷ്കാമനും അകർത്താവുമാണെങ്കിലും മനസ്സാകുന്ന ഉപാധിയുടെ ചേർച്ച കൊണ്ട് പലതിനെയും ഇച്ഛിക്കുകയും പലതിൻ്റെയും കർത്താവായി തീരുകയും ചെയ്യുന്നു. ഗുണങ്ങളുടെ വികാസം കൊണ്ട് ഏറ്റവും പ്രക്ഷുബ്ധമായ മനസ്സ് തൻ്റെ സ്വരൂപത്തെ മറന്ന് പലതിനെയും ആഗ്രഹിച്ചു കുടുങ്ങുന്നു. ആഗ്രഹങ്ങളാകുന്ന കയറുകളെ കൊണ്ട് തന്നെത്താൻ കെട്ടപ്പെട്ട് സംസാരത്തിൽ നിന്ന് വിട്ടുപോരാൻ വയ്യാതെയായി തീരുന്നു. ദാനം, ധർമാനുഷ്ഠാനം, യമനിയമങ്ങൾ, വേദം പഠിക്കൽ, വൈദിക കർമാനുഷ്ഠാനം, വ്രതം തുടങ്ങിയ എല്ലാ ആധ്യാത്മിക ധർമാനുഷ്ഠാനങ്ങളും മനസ്സിനെ അടക്കാൻ വേണ്ടി മാത്രമുള്ളവയാണ്. മനസ്സിൻ്റെ അടക്കം യോഗത്തിൻ്റെ പരമകാഷ്ഠയാണെന്ന് പറയണം. മനസ്സടങ്ങിയ ഒരാൾക്ക് ആത്മപ്രാപ്തിക്ക് മറ്റൊന്നും കൈവരേണ്ടതില്ല. മനസ്സടങ്ങിയ ഒരാൾക്ക് പറയപ്പെട്ട ദാനാദി അനുഷ്ഠാനങ്ങളുടെ യാതൊരാവശ്യവുമില്ല. പലതും ചെയ്തിട്ടും മനസ്സടങ്ങിയില്ല എന്ന് വന്നാൽ ചെയ്യപ്പെട്ടവയൊക്കെ കൊണ്ട് വിശേഷിച്ച് പ്രയോജനമുണ്ടെന്നും പറഞ്ഞുകൂടാ. എല്ലാ ശക്തികളും മനസ്സിന് അധീനമാണ്. അടങ്ങിയ മനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ശക്തിയും ലോകത്തിൽ ഇല്ലെന്നുകൂടി പറയണം. എല്ലാ ശക്തികളുടെയും കേന്ദ്രമായ മനസ്സിനെ സ്വാധീനത്തിൽ നിർത്തുന്ന ഒരാൾക്ക് സാധിക്കാത്ത ഒന്നും ഈ ലോകത്തിൽ ഇല്ല. അങ്ങനെ തന്നെ സ്വാധീനിക്കാൻ കഴിയാത്ത മനസ്സിൻ്റെ ക്ഷോഭം കൊണ്ട് അവസാനമില്ലാത്ത ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും അനുഭവിക്കേണ്ടിയും വരുന്നു. അത്യന്ത വേഗമുള്ളതും ജയിക്കാൻ വിഷമമുള്ളതുമായ ഒരു മഹാശത്രു തന്നെയാണ് മനസ്സ്. പ്രബലനായ ഒരു മഹാശത്രു എപ്പോഴും അപകാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് എന്ത് സുഖമാണ് ഉണ്ടാവുന്നത്? എന്നാൽ അതാണ് മനസ്സടങ്ങാത്ത ഒരാളുടെ അവസ്ഥ. എന്ത് സാഹസം ചെയ്തും അതിനെ അടക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഒരാൾക്ക് തൻ്റെ ശ്രേയസ്സിനെ അറിയാനോ ചെയ്യാനോ പറ്റൂ. മനസ്സിൻ്റെ സങ്കല്പ സൃഷ്ടിയും കേവലം ജഡവുമായ ഈ ശരീരത്തെ ഞാനെന്നും നീയെന്നും അഭിമാനിക്കുന്ന മനുഷ്യൻ എത്ര മൂഢനാണ്! എന്തെല്ലാം ദുഷ്കർമ്മങ്ങളാണ് ആ തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്യുന്നത്! എന്തെല്ലാം നരകങ്ങളാണ് അതിൻ്റെ ഫലമായിട്ട് അനുഭവിക്കുന്നത്! ആശ്ചര്യമെന്ന് പറയട്ടെ, മനസ്സിൻ്റെ കുതന്ത്രങ്ങളിൽ കുടുങ്ങിയ മനുഷ്യൻ തൻ്റെ ശ്രേയസ്സിനെ മറന്ന് കേവലം നശിക്കുന്നു. തൻ്റെ സുഖദുഃഖങ്ങൾക്ക് ഹേതു തൻ്റെ മനസ്സാണെന്ന് ബോധിക്കാത്തവന് എന്തെല്ലാം അറിവുണ്ടായിട്ടും പ്രയോജനമില്ല. ജനങ്ങളോ ദേവന്മാരോ ഗ്രഹങ്ങളോ കർമ്മമോ കാലമോ അല്ല, മനസ്സാണ് തൻ്റെ സുഖദുഃഖങ്ങൾക്കും ജനന മരണങ്ങൾക്കും പുണ്യപാപങ്ങൾക്കും കാരണമെന്ന് ബോധ്യപ്പെട്ടവനാകട്ടെ ഒന്നുകൊണ്ടും ഭയപ്പെടുന്നില്ല. പതുക്കെ പതുക്കെ മനസ്സിനെ അടക്കി കാലം കൊണ്ട് എല്ലാറ്റിനും ശക്തനുമാവുന്നു. അതുകൊണ്ട് ഞാൻ ഏകാന്തമായ ഭഗവത് ഭജനം കൊണ്ട് മനസ്സിനെ അടക്കി സംസാരമാകുന്ന ഈ തമസിനെ അക്കരയ്ക്ക് കടക്കുന്നുണ്ട്. ഹേ ഉദ്ധവ, ഇപ്രകാരം ഉത്ബുദ്ധനായ ആ ബ്രാഹ്മണൻ ക്രമേണ കാലം കൊണ്ട് മനസ്സിനെ ജയിച്ച് പരമപദത്തെ പ്രാപിക്കുകയും ചെയ്തു. എന്തൊക്കെ ദുരനുഭവങ്ങൾ ഈ ലോകത്തിൽ നിന്നേൽക്കേണ്ടി വന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് ക്ഷോഭിച്ചില്ല. മാത്രമല്ല ഉത്ബുദ്ധതയിലേക്കുയരുകയും ചെയ്തു. തനിക്ക് സുഖദുഃഖങ്ങളെയും ശത്രുമിത്രോദാസീനന്മാരെയും സൃഷ്ടിക്കുന്നത് മറ്റാരുമല്ല, തൻ്റെ മനസ്സാണ്. എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം മറ്റൊരാളാണെന്നുള്ള തോന്നൽ മുഴുത്ത മൂഢതയാണ്. അതിനാൽ ഏകാന്തമായ ഭഗവത് ഭക്തി കൊണ്ട് മനസ്സിനെ പൂർണ്ണമായി അടക്കൂ. അതാണ് എല്ലാ യോഗങ്ങളെ കൊണ്ടും സാധിക്കേണ്ട ഒരേ ഒരു കാര്യം. മനസ്സടങ്ങിയാൽ യോഗത്തിൽ സിദ്ധനായെന്ന് പോലും പറയണം.
ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഈ ഭിക്ഷുഗീതയെ വേണ്ട പോലെ ഉപാസിച്ചാൽ തന്നെ ഒരാളുടെ എല്ലാ ദ്വന്ദ്വ വിഭ്രമങ്ങളും നീങ്ങി മനസ്സടങ്ങും. സാഖ്യയോഗം. അനന്തരം 2 അധ്യായങ്ങളെ കൊണ്ട് സാഖ്യയോഗത്തെയാണ് ഉപദേശിക്കുന്നത്. വാക്കിനും മനസ്സിനും പിടികിട്ടാത്ത ഒന്നായ സത്യം 2ആയി പരിണമിച്ചു എന്ന അടിസ്ഥാനത്തിൽ നിന്നാണ് സാഖ്യശാസ്ത്രം ആരംഭിക്കുന്നത്. ഏകവും അദ്വിതീയവുമായ സത്യം മനോഭാഗഗോചരമാണെങ്കിലും വിജ്ഞാന ദൃഷ്ടിയിൽ കൂടി അതിനെ കണ്ടറിഞ്ഞ ആദ്യാചാര്യന്മാർ ഒന്നായ പ്രസ്തുത സത്യത്തിൽ അത്യന്ത സൂക്ഷ്മങ്ങളായ 2 സ്വരൂപങ്ങളുണ്ടെന്ന് വെളിപ്പെടുത്തി. പ്രസ്തുത 2 രൂപങ്ങൾക്ക് ജ്ഞാനമെന്നും അർത്ഥമെന്നും പേരിട്ടു. പിന്നീട് ഇതേ ജ്ഞാനത്തെയും അർത്ഥത്തെയും തന്നെയാണ് പുരുഷനെന്നും പ്രകൃതി എന്നും പറയാൻ തുടങ്ങിയത്. പുരുഷ ചൈതന്യത്തോടു കൂടിയ പ്രകൃതിയുടെ ക്ഷോഭം കൊണ്ട് 3 ശക്തികളുണ്ടായി. അവയാണ് സത്വ രജ തമസുകളാകുന്ന ത്രിഗുണങ്ങൾ. പ്രകൃതിയുടെ ക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് ത്രിഗുണങ്ങളുടെ ഉൽപ്പത്തി തന്നെ. അങ്ങനെയുള്ള ത്രിഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് പ്രകൃതിക്ക് കൂടുതൽ ക്ഷോഭത്തിനേ വഴിയുള്ളൂ. ക്ഷുബ്ധയായ പ്രകൃതിയിൽ നിന്ന് പിന്നെയും തത്വങ്ങളുണ്ടായി. പിന്നീടുണ്ടായ തത്വമാണ് മഹത്തത്വം അല്ലെങ്കിൽ സൂത്രാത്മാവ്. അതിൽ നിന്ന് അഹങ്കാരവും ഉണ്ടായി. ത്രിഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് ഒന്നായ അഹങ്കാരം 3 സ്വരൂപമായി തീർന്നു. അവയ്ക്ക് സത്വഗുണാഹങ്കാരമെന്നും രജോ ഗുണാഹങ്കാരമെന്നും തമോ ഗുണാഹങ്കാരമെന്നും പറയും. അനന്തരം സത്വഗുണാഹങ്കാരത്തിൽ നിന്ന് അന്ധകരണവും അതിദേവതമാരും ഉണ്ടായി. രജോ ഗുണാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയശക്തികളും തമോ ഗുണാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾക്ക് കാരണമായ 5 ഭൂത തന്മാത്രകളും ഉണ്ടായി. ശബ്ദാദി 5 തന്മാത്രകളിൽ നിന്ന് ആകാശാദി പഞ്ചഭൂതങ്ങളും ഉണ്ടായി. ഏറ്റവും സൂക്ഷ്മങ്ങളായ പറയപ്പെട്ട ശക്തികളെല്ലാം ഒന്നിച്ചു കൂടിച്ചേർന്ന് അണ്ഡാകാരമായി. അണ്ഡാകാരമായ വിശ്വകാരണ ശക്തി സ്വരൂപത്തിൽ ശയിക്കുന്ന പുരുഷനെ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ നാരായണൻ എന്ന് പറയുന്നു. നാരായണൻ്റെ നാഭിയിൽ നിന്ന് പൊട്ടി മുളച്ച് വളർന്ന താമരയിൽ നിന്ന് ജഗൽ സ്രഷ്ടാവും രജോഗുണ സ്വരൂപിയുമായ ബ്രഹ്മദേവനുണ്ടായി. വളരെ കാലം കഠിനമായ തപസ് ചെയ്ത് അപാരമായ ശക്തിയെയും ജ്ഞാനത്തെയും സമ്പാദിച്ചു ബ്രഹ്മദേവൻ. ഭഗവത് കാരുണ്യം കൊണ്ട് അത്യന്ത ശക്തനും പരമജ്ഞാനിയുമായി തീർന്ന ബ്രഹ്മദേവൻ തൻ്റെ ജ്ഞാനശക്തികളെ കൊണ്ട് മുൻ പറയപ്പെട്ട സൂക്ഷ്മ ശക്തികളാകുന്ന നാരായണ അവയവങ്ങളെ കൊണ്ട് കാണപ്പെടുന്ന ഈ സ്ഥൂല പ്രപഞ്ചത്തെയും ജീവിവർഗങ്ങളെയും വസ്തു സമുദായത്തെയും സൃഷ്ടിച്ചു. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം ഇങ്ങനെ 3ആയി ജീവികളുടെ സ്ഥാനത്തെ വേർതിരിച്ചു. ദേവന്മാർക്കും ഉപദേവന്മാർക്കും സ്വർലോകവും, ഭൂതങ്ങൾക്ക് ഭുവർലോകവും, മനുഷ്യർക്കും തിര്യക്കുകൾക്കും ഭൂലോകവും ആവാസസ്ഥാനവുമാക്കി. അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഭൂമിക്ക് കീഴിലും സ്ഥാനം കൽപ്പിച്ചു. നല്ലതും ചീത്തയുമായ കർമ്മങ്ങളെ കൊണ്ട് തന്നെ പല കാലദേശങ്ങളിലേക്കും സ്വരൂപങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവന് വരാനും പോവാനും അധിവസിക്കാനുമുള്ള സ്ഥാനങ്ങളാണ് മുൻ പറയപ്പെട്ടവ. കർമ്മവാസനകൾ അവസാനിക്കാതിരിക്കും കാലത്തോളം പറയപ്പെട്ട ത്രൈലോക്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നില്ല ഒരു ജീവൻ. അവിദ്യാവിലാസമാകുന്ന സംസാരാതിർത്തിയുടെ ഉള്ളിൽ തന്നെ പല കാലദേശങ്ങളിലും പല സ്വരൂപങ്ങളിലും കുടുങ്ങി ചുറ്റിത്തിരിയുക മാത്രം ചെയ്യുന്നു. എന്നാൽ യോഗം കൊണ്ടോ തത്വവിചാരം കൊണ്ടോ സംസാരത്തിൻ്റെ മിഥ്യാത്വം ബോധിച്ച് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്ന് കർമ്മവാസനകൾ അവസാനിക്കുമ്പോൾ ബ്രഹ്മാണ്ഡമാകുന്ന സംസാരാതിർത്തിയെ അതിക്രമിച്ച് പരമാർത്ഥതയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഒരു വസ്തുവാകുന്നതിന് മുൻപും വസ്തുഭാവം നശിച്ചതിന് ശേഷവും ഏത് സ്വരൂപത്തിലാണല്ലോ അതാണല്ലോ അതിൻ്റെ പരമാർത്ഥ സ്വരൂപം. എന്നാൽ നാനാത്വ സ്വരൂപമായ ഈ ജഗത്തുണ്ടാവുന്നതിന് മുൻപും ജഗൽഭാവം നശിക്കുമ്പോഴും എന്തുണ്ടോ അതാണല്ലോ ജഗത്തായി തീർന്ന ഈ മധ്യമാവസ്ഥയിലും പരമാർത്ഥം. തത്വവിചാരം കൊണ്ടോ യോഗാനുഷ്ഠാനം കൊണ്ടോ നിഷ്കളങ്കമായ ഭഗവത് പ്രേമം കൊണ്ടോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അഭ്യാസം കൊണ്ട് ചിത്തമാലിന്യങ്ങളും അവിദ്യാവികാസവും നീങ്ങി പറയപ്പെട്ട സത്യം ബോധ്യപ്പെട്ട് സ്വാനുഭവത്തിൽ വരുമ്പോൾ ജീവൻ്റെ എല്ലാ ഭ്രാന്തികളും നീങ്ങി സ്വസ്വരൂപത്തെ പ്രാപിക്കുന്നു. ഈ അവസ്ഥ തന്നെ മുക്തി അല്ലെങ്കിൽ കൈവല്യം. പഞ്ചഭൂതങ്ങളിലെ മാത്രകൾ ക്രമീകൃതമായ
തോതിൽ ഒരിടത്ത് കൂടിച്ചേരുന്നത് തന്നെ ഈ സ്ഥൂല ശരീരത്തിൻ്റെ ഉൽപ്പത്തിയുടെ രഹസ്യം. അങ്ങനെ ഭൂതമാത്രകൾ നിയമിതമായ തോതിൽ ഒരിടത്ത് കൂടിച്ചേർന്ന് ശരീരമായി പരിണമിക്കുന്നതിൽ കർത്തൃത്വം വഹിക്കുന്നത് കർമ്മവുമാണ്. സൂക്ഷ്മ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കർമ്മവാസനകൾ സൂക്ഷ്മഭൂതങ്ങളെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചീകരിച്ച് സ്ഥൂലങ്ങളാക്കി ശരീരമാക്കി മാറ്റുന്നു. ശരീരത്തിൻ്റെ നാശത്തിലും പ്രസ്തുത ഭൂതമാത്രകൾ വേർതിരിഞ്ഞ് അതാത് ഭൂതങ്ങളിൽ ചേർന്ന് ലയിക്ക മാത്രമാണ് ചെയ്യുന്നത്. കർമ്മവാസനകളുടെ ഉച്ചനീചത്വങ്ങൾക്കനുസരിച്ചാണ് ശരീരം ആവിഷ്കരിക്കപ്പെടുന്നതെന്ന കാരണത്താൽ കർമ്മങ്ങൾ നന്നാവുമ്പോൾ നല്ല ശരീരവും ദുഷിക്കുമ്പോൾ നീച ശരീരവും ഉണ്ടാവാൻ ഇടയാവുകയും ചെയ്യുന്നു. സൽക്കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് ദേവനോ ഉപദേവനോ ആവാം. പരിമിതമായിട്ടെങ്കിലും സൽക്കർമ്മങ്ങളുണ്ടെങ്കിൽ മനുഷ്യനോ മനുഷ്യരിൽ തന്നെ ബ്രാഹ്മണനോ മറ്റോ ആവുന്നു. എന്നാൽ നീചകർമ്മങ്ങളുടെ ആധിക്യത്തിലാവട്ടെ മനുഷ്യ ശരീരം പോലും കിട്ടാൻ ഇടവരാതെ തിര്യക്കുകളുടെയോ സ്ഥാവരങ്ങളുടെയോ ശരീരം കിട്ടുന്നു. കർമ്മങ്ങൾ നന്നാവുന്നതും ദുഷിക്കുന്നതും മനസ്സിലുള്ള സത്വാദി ഗുണങ്ങളുടെ ഏറ്റക്കുറവ് അനുസരിച്ചാണ്. സത്വഗുണം വർദ്ധിക്കുമ്പോൾ സൽക്കർമ്മങ്ങളെ മാത്രം ചെയ്ത് ദേവനായി തീരുന്നു. രജോഗുണം വർദ്ധിക്കുമ്പോൾ അഭിമാനത്തോടും കർത്തൃത്വത്തോടും കൂടി കർമ്മം ചെയ്ത് മനുഷ്യനായി തീരുന്നു. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ നീചകർമ്മങ്ങളെ കൊണ്ട് അധപ്പതിച്ച് നീചയോനിയിൽ ജനിക്കാനും ഇടയായി വരുന്നു. ഗുണങ്ങളെല്ലാം തുല്യ മാത്രകളായി കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ പലതരത്തിൽ നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ ചെയ്ത് ഏതെങ്കിലും ഒരു മധ്യമ ജന്മത്തെ പ്രാപിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളിലുള്ള അഭിരുചിയും പ്രസ്തുത ഗുണങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ചാണ് ഒരാളിൽ വളരുന്നത്. സത്വഗുണം വളരുമ്പോൾ എല്ലാം കൊണ്ടും ഉയർച്ചയും രജസ് തമസുകൾ വർദ്ധിക്കുമ്പോൾ എല്ലാം കൊണ്ടും താഴ്ചയും ഉണ്ടാകുന്നു. സത്യാധിക്യത്താൽ ശമതമാദി ആധ്യാത്മിക ധർമ്മങ്ങളും രജസിൻ്റെ ആധിക്യത്താൽ കാമാദി വികാരങ്ങളുടെ വളർച്ചയും തമസിൻ്റെ ആധിക്യത്താൽ ക്രോധാദി ദുർവികാരങ്ങളുടെ ആധിക്യവും ഉണ്ടായിത്തീരുന്നു. നല്ല കർമ്മങ്ങളെ കൊണ്ട് സത്വഗുണം വളർന്ന് രജസ് തമസുകൾ ക്ഷയിക്കുമ്പോൾ ജീവൻ സുഖിയും ശമതാദി ആധ്യാത്മിക ധർമ്മങ്ങളെ ചെയ്ത് കൃതാർത്ഥനുമായി തീരും. അതിനാൽ ഹേ ഉദ്ധവ, ഒരാൾ എത്ര തന്നെ വിഷമിച്ചും സത്വഗുണത്തെ വളർത്താൻ ശ്രമിക്കണം. സത്വഗുണം വളർന്നാൽ മാത്രമേ ജീവന് തൻ്റെ അജ്ഞാന ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. നിഷ്കളങ്കയായ ഭഗവത് ഭക്തിയും അതിന് അനുരൂപങ്ങളായ കർമ്മങ്ങളും വളരുകയും മറ്റ് ധർമ്മങ്ങൾ ക്ഷയിക്കുകയും ചെയ്യുമ്പോൾ സത്വഗുണം വളരും. സത്വഗുണം വളർന്നാൽ എല്ലാ പ്രകാരത്തിലും രക്ഷയായി. അതിനാൽ എത്ര പണിപ്പെട്ടും ഒരാൾ സത്വഗുണത്തെ വളർത്താൻ സർവദാ ശ്രമിക്കേണ്ടതാണ്. വളരെ മഹിമയേറിയൊരു വസ്തുവാണ് മനുഷ്യ ശരീരം. അത് കിട്ടിക്കഴിഞ്ഞ ഒരു ജീവൻ ഒരിക്കലും ഒന്നുകൊണ്ടും അധപ്പതിക്കാൻ പാടില്ലാത്തതാണ്. ഈശ്വരഭജനം കൊണ്ട് രജസ് തമസുകളെ അകറ്റി സത്വഗുണത്തെ വളർത്തി നൈരപേക്ഷ്യം കൊണ്ട് സത്വത്തെയും ജയിച്ച് നിർഗുണനായി ജന്മസാഫല്യത്തെ പ്രാപിക്കണം. അതിനുള്ള എല്ലാ കഴിവുകളും ഉള്ളതാണ് മനുഷ്യ ശരീരം. ഐശ്വര്യങ്ങളായ എല്ലാ ലക്ഷണങ്ങളോടും ശക്തികളോടും കൂടിയതാണ് മനുഷ്യ ശരീരം. വിവേകികൾ ഈ പരമാർത്ഥത്തെ അറിഞ്ഞ് തന്നിൽ തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ അറിഞ്ഞ് സാക്ഷാത്കരിച്ച് ജന്മസാഫല്യത്തെ പ്രാപിക്കുന്നു. അറിയാത്ത മൂഢന്മാർ അധപ്പതിക്കുകയും ചെയ്യുന്നു. ഗുണമയങ്ങളായ ഭാവങ്ങളെ കൊണ്ട് നാമരൂപാത്മകമായ വസ്തു സംസ്കാരവും അതിൽ വിശ്വാസവും വളർന്ന് ജീവന് ഇന്ദ്രിയാദി കരണങ്ങൾക്ക് അവസ്തുവായ പരമാത്മാവ് ആനന്ദമയനാണെങ്കിലും തന്നിൽ തന്നെ വസിക്കുന്നുണ്ടെങ്കിലും പരമാത്മാവിനെ അറിയാനോ പ്രീതി ഉണ്ടാവാനോ വയ്യ. അതിനാൽ തത്വവിചാരം കൊണ്ടും ഭഗവത് ഭക്തി കൊണ്ടും സൽക്കർമ്മങ്ങളെ കൊണ്ടും സർവോപരി സത്സംഗം കൊണ്ടും വസ്തു സംസ്കാരം നശിച്ച് പരമാത്മ സംസ്കാരം വളരുക തന്നെ വേണം. എപ്പോഴും സജ്ജനങ്ങളുമായി സംസർഗം ചെയ്യുകയും ദുർജനങ്ങളുമായി സംസർഗം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് കാലം കൊണ്ട് എല്ലാം അറിയാറായി തീരും. സജ്ജനങ്ങളുമായി സംസർഗം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ അപകടമാണ് ദുർജനങ്ങളോട് സംസർഗം ചെയ്യുന്നു എന്നത്. അതിനാൽ സത്സംഗം കുറഞ്ഞാൽ കൂടി ദുസ്സംഗം വളരാൻ ഇടവരരുത്. ഇഹോപസ്ഥ പരായണന്മാരായ മൂഢന്മാരുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നശിക്കുക തന്നെ ചെയ്യും. അതിന് ഉദാഹരണമാണ്
പുരൂരവസ് രാജാവിൻ്റെ ചരിത്രം. എത്ര വലിയ പണ്ഡിതനും പ്രഭാവശാലിയും യശസ്വിയുമായിരുന്നു പുരൂരവസ്. സ്വർഗത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ യശസ് പരക്കാൻ ഇടവന്നു. പക്ഷേ എന്ത് കാര്യം? ഉർവശിയാകുന്ന ഭൂതം ബാധിച്ചതോടെ അദ്ദേഹത്തിൻ്റെ എല്ലാ യോഗ്യതകളും നശിച്ചു. തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ആ വേശ്യസ്ത്രീയുടെ പിന്നാലെ ഒരു ഭ്രാന്തനെ പോലെയാണ് മഹാരാജാവ് നിലവിളിച്ചുകൊണ്ട് ഓടിയത്. ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായ അദ്ദേഹം എത്ര പ്രാവശ്യമാണ് ലജ്ജ വിട്ട് ഉർവശിയെ ആശ്രയിച്ചത്. എങ്കിലും ഭാഗ്യം കൊണ്ട് അവസാനം അദ്ദേഹത്തിന് അതൊക്കെ ബോധ്യമായി. അതുകൊണ്ട് ആ ഒരു ജന്മമേ നഷ്ടപ്പെടാൻ ഇടവന്നുള്ളൂ. കഠിനമായ പശ്ചാത്താപം കൊണ്ട് രാജാവ് ആർത്തനായപ്പോൾ പറയുകയാണ്: കാമാദി ദുർവികാരങ്ങളെ കൊണ്ട് മലിനചിത്തനായ എൻ്റെ അജ്ഞാനം കുറേ കഠിനം തന്നെ.